നേച്ചർ സൂം ലെൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. മലേഷ്യൻ യാത്രയുടെ 4ാം ദിവസമായ ഇന്ന് മലേഷ്യയുടെ തന്നെ മുഖമുദ്രയായി മാറിയ പെട്രോണസ് ട്വിൻ ടവർ കണ്ടുകൊണ്ടാണ് തുടക്കം. നഗരത്തിലെ കാഴ്ചകളും കണ്ട് പെട്രോണസ് ട്വിൻ ടവറിലെത്തി. മലേഷ്യയുടെ പ്രശസ്തി ലോക ഭൂപടത്തിൽ അടയാളപ്പെടുത്തിയ നിർമ്മിതിയാണിത്. ബുർജ് ഖലീഫ വരുന്നതുവരെ ലോകത്തിലെ ഏറ്റവും വലിയ കെട്ടിടമായിരുന്നു. എന്നാൽ ഇന്നും ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ഗോപുരവും ഇത് തന്നെയാണ്. ഗ്ലാസും സ്റ്റീലും കോൺക്രീറ്റും മാർബിളും കൊണ്ടുണ്ടാക്കിയതാണിത്. മലേഷ്യയിലെ പെട്രോണസ് എന്ന എണ്ണ കമ്പനിയുടെ ആസ്ഥാന മന്ദിരവും ഇത് തന്നെയാണ്. 88 നിലകളാണ് ഇതിനുള്ളത്. KLCC എന്ന പാർക്കിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതിനു ചുറ്റും ധാരാളം ബഹുനില കെട്ടിടങ്ങൾ വേറെയുമുണ്ട്. 3,95,000 ചതുരശ്ര അടിയാണിതിന്. ഇതിൽ 2 ഗോപുരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിച്ച് ഒരു സ്കൈ ബ്രിഡ്ജുമുണ്ട്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്കൈ ബ്രിഡ്ജും ഇത് തന്നെയാണ്. പുറത്തെ കാഴ്ചകൾ പോലെ തന്നെ അകത്തെ കാഴ്ചയും മനോഹരമാണ്. മുൻകൂട്ടി എടുത്ത ടിക്കറ്റുമായി 84 നില വരെ പോകാം. പുറത്തേക്ക് നോക്കുമ്പോൾ കോലാലംപൂരിന്റെ മനോഹരമായ ആകാശ കാഴ്ചയെ നമുക്ക് കാണാം. പുറത്ത് മഴയായതിനാൽ കാഴ്ചകൾക്ക് അല്പം മങ്ങലേൽപ്പിച്ചിട്ടുണ്ട്. പെട്രോണസ് ട്വിൻ ടവറിന്റെ മറക്കാനാകാത്ത അനുഭവമായി ഞങ്ങൾ KLCC അക്വേറിയത്തിലേക്ക് നടന്നു. ഭൂമിക്കടിയിലെ സുന്ദരമായ വഴിയിലൂടെ കുറേ നേരം നടന്നു വേണം KLCC അക്വേറിയത്തിലേക്ക് എത്താൻ. ഇവിടെയും നമുക്ക് ടിക്കറ്റ് മുൻകൂട്ടി എടുത്തിരുന്നു. ആ ടിക്കറ്റുമായി അക്വേറിയത്തിലേക്ക് നടന്നു കയറി. ധാരാളം വ്യത്യസ്തവും അപൂർവവും പല നിറങ്ങളിലുമുള്ള മത്സ്യങ്ങൾ, പിരാനകളെയും ഇലക്ട്രിക് ഈലുകളെയും ഒക്കെയും ഇവിടെയുണ്ട്. ഭൂമിക്കടിയിൽ അതിസുന്ദരവും ആധുനികവുമായി തന്നെയാണ് ഈ അക്വേറിയം നിർമ്മിച്ചിരിക്കുന്നത്. 250 സ്പീഷീസ്, 5000-ലധികം ജലജീവികൾ ഇവിടെയുണ്ട്. 2005-ലാണ് ഇത് ആരംഭിച്ചത്. നമുക്ക് പരിചയമില്ലാത്ത ഒട്ടനവധി മത്സ്യങ്ങളുടെ ഒരു കേന്ദ്രം തന്നെയാണിത്. ചെറു മത്സ്യങ്ങൾ മുതൽ വൻപൻ സ്രാവുകൾ വരെ ഇവിടെയുണ്ട്. ഇതിന്റെ ഒരു ഭാഗത്ത് വലിയ ചില്ല് ടണൽ, അതിനുള്ളിൽ ധാരാളം മത്സ്യങ്ങൾ. കടലിനടിയിലൂടെ നടന്നു പോകുന്ന ഒരു പ്രതീതിയാണ്. അരാപ്പമയും അലിഗേറ്റർ ഗാറും ഒക്കെ ലോകത്തിലെ വിവിധ ഭാഗത്തിലുള്ള ജലജീവികളെയും മത്സ്യങ്ങളെയും നമുക്കിവിടെ കാണാം. സ്വിംസ്യൂട്ട് അണിഞ്ഞ് മത്സ്യങ്ങൾക്കിടയിലൂടെ നീന്താനും സൗകര്യമുണ്ട്. മലേഷ്യ സന്ദർശിക്കുന്നവർ ഉറപ്പായും കണ്ടിരിക്കുന്ന ഒരു സ്ഥലം കൂടി തന്നെയാണ് KLCC അക്വേറിയവും.
ഇവിടെ നിന്നും അടുത്തു പോയത് കോലാലംപൂരിന്റെ മറ്റൊരു വിസ്മയമായ KL ടവറിലേക്കാണ്. ലോകത്തിലെ 7ാമത്തെ വലിയ ഗോപുരമാണിത്. പെട്രോണസ് ടവറിന് മുൻപ് KL ടവർ ആയിരുന്നു ഇവിടുത്തെ അത്ഭുതം. അങ്ങനെ ടിക്കറ്റും എടുത്ത് KL ടവറിനുള്ളിലേക്ക് കയറി. ഒബ്സർവേഷൻ ഡെക്കിലേക്കുള്ള ടിക്കറ്റാണ് നമ്മൾ എടുത്തത്. ഇത് കൂടാതെ സ്കൈഡെക്ക് എന്നൊരു ഓപ്ഷനുമുണ്ട്. അതെടുക്കുന്നതാണ് ഗ്ലാസ് ബ്രിഡ്ജ് പോലുള്ള സ്ഥലത്ത് നിന്നും കോലാലംപൂരിനെ കാണുവാനും ഫോട്ടോ എടുക്കുവാനും സാധിക്കുന്നത്. ഒബ്സർവേഷൻ ഡെക്കിനേക്കാൾ ടിക്കറ്റ് നിരക്ക് കൂടുതലാണ് സ്കൈഡെക്കിൽ. ഇതിന്റെ മുകളിൽ നിന്നാൽ പെട്രോണസ് ടവറും പുതുതായി ആരംഭിക്കുന്ന മെർദേക്ക ടവറും ഒപ്പം കോലാലംപൂരിന്റെ സിറ്റി അതിമനോഹര ആകാശ കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. അതിനുശേഷം നമ്മൾ പോയത് നാഷണൽ പാലസ് കാണാനാണ്. ഈ കാണുന്ന ഗേറ്റിനപ്പുറം ഒരു കുന്നിൻ മുകളിലാണ് പുതിയ കൊട്ടാരം. 246 ഏക്കറുണ്ട് ഈ കൊട്ടാരാങ്കണം. കൊട്ടാരത്തിനകത്തേക്ക് സാധാരണ ടൂറിസ്റ്റുകൾക്ക് പ്രവേശനമില്ല. മലേഷ്യയുടെ ഭരണത്തലവനാണ് ഈ കൊട്ടാരത്തിൽ താമസിക്കുന്ന രാജാവ്. അടുത്തത് നാഷണൽ മോണുമെന്റ്സിലേക്കാണ്. മലേഷ്യയിലെ ഏറ്റവും പ്രാധാന്യമേറിയ യുദ്ധസ്മാരകമാണ് നാഷണൽ മോണുമെന്റ്സ്. ഒരു വലിയ കൽസ്തൂപവും ഒരു വലിയ മകുടവുമുള്ള മന്ദിരവും കാണാം. അതുവഴി അകത്ത് കയറുമ്പോഴാണ് യഥാർത്ഥ യുദ്ധസ്മാരകം. ഒരു മാർബിൾ തറയിൽ മലേഷ്യൻ പതാക പിടിച്ചുകൊണ്ട് യുദ്ധഭൂമിയിൽ പൊരുതുന്ന പടയാളികളെയാണ് ഈ ശില്പത്തിലുള്ളത്. ഇവിടെ നിന്നും പുറകിലോട്ട് നോക്കുമ്പോൾ കോലാലംപൂർ സിറ്റിയുടെ കാഴ്ചയും കാണാം. മലേഷ്യയുടെ ചരിത്ര സ്മാരകവും കണ്ട് അവിടെ നിന്നും തിരിച്ചു പോകുന്ന വഴിയിൽ നാഷണൽ മോസ്കും കണ്ട് നേരെ പോയത് ഇൻഡിപെൻഡൻസ് സ്ക്വയറിലേക്കാണ്. എല്ലാ വർഷവും മലേഷ്യയുടെ സ്വാതന്ത്ര്യദിന പരേഡ് നടക്കുന്നത് ഇവിടെ വെച്ചാണ്. മലയ സ്വാതന്ത്ര്യമായ ദിവസം രാത്രി ഇവിടെ ധാരാളം ജനങ്ങൾ തടിച്ചുകൂടിയിരുന്നു. അവർ ഈ കൊടിമരത്തിൽ ബ്രിട്ടീഷ് പതാക അഴിച്ചുമാറ്റി മലേഷ്യൻ പതാക കെട്ടി മലേഷ്യൻ സ്വാതന്ത്ര്യം ഭംഗിയായി ആഘോഷിച്ചു. ഓഗസ്റ്റ് 31 ഈ കൊടിമരത്തിൽ മലേഷ്യൻ പതാക പാറിപ്പറന്നു തുടങ്ങിയത്. അവിടെ നിന്നും ഞങ്ങൾ പോയത് പെട്രോണസ് ടവറിന്റെ രാത്രി കാഴ്ചയും ലൈറ്റ് ഷോയും കാണാനാണ്. പോകുന്ന വഴിയിൽ പക്ഷികൾക്ക് ആഹാരം നൽകുന്ന ഒരു മനുഷ്യനെയും കണ്ടു. മലേഷ്യ എന്ന് കേൾക്കുമ്പോൾ എല്ലാവരുടെയും മനസ്സിൽ ആദ്യം എത്തുന്നത് ഈ കാണുന്ന ഇരട്ട ഗോപുരം തന്നെയാണ്. അവിടുത്തെ രാത്രി കാഴ്ച അതിമനോഹരം തന്നെ. അതിന്റെ കാഴ്ചകൾ കണ്ട് കുറെ നേരം അവിടെ നിന്നു. രാത്രിയിൽ ഒരു ലൈറ്റ് ഷോയുമുണ്ട്. അതും ഒരു വ്യത്യസ്തമായ കാഴ്ചാനുഭവമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ ഇരട്ട ഗോപുരത്തിന്റെ രാത്രിയിലെ സുന്ദരമായ കാഴ്ച ഒന്നുകൂടി ആസ്വദിച്ച് ഞങ്ങൾ ഫുഡ് കഴിക്കാനായി പോയി. വാനുകൾ കൊണ്ടിട്ട് രാത്രി മാത്രം ഫുഡ് സ്ട്രീറ്റായി മാറുന്ന ഇവിടെ നിന്നും ഫുഡ് കഴിച്ച് 4ാം ദിവസം ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. മലേഷ്യൻ യാത്രയുടെ അവസാന ദിവസത്തെ മെട്രോ യാത്രയുടെ കാഴ്ചകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.